ഞാൻ കുടിച്ച് അത് വേണ്ട. പാലക്കാട്ടുകാരെ സ്നേഹം കണ്ടില്ലേ, ഒരുപാട് പരിചയക്കാരായി, ഇപ്പം എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ 2 വിഷയമാണ് ഇന്ന്. ഒന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഞാൻ അവിടെ ഫ്രീ ആയിട്ടാണ് ഇതുവരെയും കയറിയത്. കഴിഞ്ഞ 2 മാസം മുമ്പ് വന്നപ്പോൾ ഒരു എ ഫ്രെയിം കണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് റിസോർട്ട് വന്നേന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ 2 ആഴ്ചക്ക് മുമ്പ് പോയപ്പോഴും വ്യക്തമായത് അത് ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഇപ്പം മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ, അതുകൂടാതെ തന്നെ വിദേശികൾക്ക് 100 രൂപ, 50 രൂപ ക്യാമറക്ക്. ഒരുപാട് പേര് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്നുണ്ടിരുന്നു. അതുകൂടാതെ തന്നെ ആ കൗണ്ടറിൽ തേനും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. കാണാൻ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംഭവമൊന്നുമില്ല, വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഒരിക്കലെങ്കിലും വന്ന് പോവുക, ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും വരിക. അവിടെ ഐസ്ക്രീമും അതുകൂടാതെ തന്നെ കരിമ്പിൻ ജ്യൂസും പിന്നെ തണൽ മരത്ത് ഊഞ്ഞാല, ഫുഡ് സ്പോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആസ്വദിക്കാം. പിന്നെ കപ്പലണ്ടി, അതായത് കടല എന്നാണ് അവർ പറയുന്നത്, നമ്മൾ കപ്പലണ്ടി എന്ന് പറയും. കൃഷ്ണകുമാർ, ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ പോയപ്പോൾ പരിചയപ്പെട്ട അദ്ദേഹം താഴെയായിരുന്നു, താഴെ കുളിക്കണ സ്പോട്ടിൻ്റെ ആ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലേക്ക് മാറി. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് 2 വഴിയാണ് വരുന്നത്. ആ 2 വഴി വന്നാലും ഇദ്ദേഹത്തിനെ കാണാതെ പോകാൻ പറ്റില്ല. ഇദ്ദേഹത്തിനെ കൂടുതലെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആ കപ്പലണ്ടി കച്ചവട രീതി, അതായത് അദ്ദേഹം ഗ്യാസ്, ആ ചെറിയൊരു മിനി ഗ്യാസ് ഉപയോഗിച്ചാണ് കച്ചവടം നടത്തുന്നത്. അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. കാരണം ആ ഗ്യാസ് വന്നതോടുകൂടി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭായിമാരായാലും ശരി, നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഈ ഗ്യാസാണ് കൊണ്ടുപോകുന്നത്. പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്ന ഒരു സൗകര്യമുണ്ട്. പിന്നെ അദ്ദേഹം കുറേ കാര്യത്തിൽ എന്നോടൊപ്പം, അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടിയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് നോക്കുന്നത്. ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന കടല വറക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പണി മുടങ്ങരുത്. അതൊക്കെ തന്നെ എൻ്റെയും മനോഭാവം എല്ലാ കാര്യത്തിലും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ എടുക്കാൻ തോന്നി. ഇപ്പോൾ കൂടുതലെടുത്ത് അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് പാലക്കാടുമായി ബന്ധപ്പെട്ട്. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പങ്കുവെക്കാം. അപ്പോൾ മറ്റേ വീഡിയോയുമായി വീണ്ടും വരും. അതോടെ നമസ്കാരം.